ഒന്നും പറ്റിയില്ലെന്നുള്ളത്. പിന്നെ ചേട്ടനോട് ഞാൻ പിന്നെ വിളിച്ചു പറഞ്ഞു അവിടെ ചെല്ലുമ്പോൾ പക്ഷെ കെട്ടി മുറുക്കുന്നതിൻ്റെ ഒന്നും വീഡിയോ എടുത്തില്ല. ലൈവ് ഓണാക്കി വെച്ചിട്ട് മാറി അങ്ങ് നിന്ന് കൊടുത്തു. നിന്ന് വീഡിയോ ഇടണമെന്നൊക്കെ വിചാരിച്ച പായസം ഉണ്ടാക്കുന്നതിൻ്റെയൊക്കെ വീഡിയോ എടുത്തായിരുന്നു. അവിടെ ചെന്നിട്ടുള്ള സെൽഫി ഉണ്ട്, പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ ഉണ്ട്. അതൊക്കെ വെച്ച് ഇനി വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചിരിക്കും. മിസ് യു നോ ഹോ മിസ് യു ടു രാഹുൽ ബ്രോയെ. താങ്ക്സ് വന്നല്ലോ. ആരൊക്കെയോ വന്നിട്ടുണ്ടായിരുന്നു, ആരൊക്കെയോ വന്ന് നമസ്കാരമൊക്കെ പറഞ്ഞിട്ട് പോയി. അങ്ങനെ എന്തായാലും പോയിട്ട് ഇനി വന്ന്. മഴ പെയ്യുന്നുണ്ടോ എന്നൊരു സംശയം. ചാറുന്നോന്നൊരു ഡബിട്ട്. 11 മണി ആയതേ എല്ലാവരും ഉറങ്ങിയെന്ന് ഇവിടെ. അബിൻ ബ്രോയ് സുഖമാണോ? എന്നാ ഉണ്ട് വിശേഷം? ഞാനിപ്പോൾ എനിക്കാണെങ്കിൽ ഒട്ടും സമയമില്ലാതായി വരും. ഇനിയിപ്പോൾ പോകാറായില്ലേ. അടുത്ത വെള്ളിയാഴ്ച ഇവിടുന്ന് വണ്ടി കയറും. ഞാൻ ഇന്നലെ എല്ലാം എടുത്ത് വെക്കുന്നത് വരെ ഉണ്ടായിരുന്നു. കാണാൻ പറ്റുമായിരുന്നോന്ന് അറിയത്തില്ല. അവിടെ ഓണാക്കി അവിടെ വെച്ചായിരുന്നു. അത് നിന്നാൽ കുറച്ച് നൂത്ത് വെക്കാനൊന്നും പറ്റിയില്ല. ചേച്ചി കൂടെ ഞാൻ കഴിച്ച് മക്കളും ഏട്ടനൊക്കെ കിടന്നു. അവർക്ക് ക്ഷീണമല്ലേ, അവർ കിടന്നു കഴിച്ചു. എല്ലാം കഴിഞ്ഞിട്ട് വന്നത്. ഞാൻ വിചാരിച്ചു കുറച്ച് നേരം കാര്യം പറഞ്ഞിട്ടൊക്കെ പോയി. എനിക്കാണ് അതിനെക്കാട്ട് ക്ഷീണം. ഇന്നലെ അവരാരും ഇല്ലാത്തതുകൊണ്ട് ഉറക്കവും വരുന്നില്ലായിരുന്നു. രാവിലെ എണീറ്റ് ഞാൻ വീട്ടിൽ പോയി. പിന്നെ അവിടെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു, അതിന് പോയി. പിന്നെ നട്ടുച്ചയ്ക്ക് ഇങ്ങോട്ട്. അയ്യോ, ബസ്സിനാണ് പോയത്. കുറേ നാളിന് ശേഷം ബസ്സിന് പോകാൻ പറ്റി. ലാസ്റ്റ് ഫോണും വിളക്കും അങ്ങനെ ഇരിക്കുമായിരുന്നു. എന്തായാലും എല്ലാം ഭംഗിയായിട്ട് കഴിയും. കണ്ണാപ്പി, ഞാൻ നിൻ്റെ മെസ്സേജ് പോലും നോക്കിയില്ലടാ. ഞാൻ വീട്ടിലായിരുന്നു അന്നേരം അയച്ചു. പിന്നെ വന്ന ഉച്ചയായി താമസിച്ച് പോയി. ഒന്നും പറയണ്ട. ആ പച്ച ചുരിദാർ ഇട്ടത് ചേച്ചിയാണ്. ആയിരുന്നു, ഞാനായിരുന്നു. ആന്നടാ, സുഖം. ഒരു പരുവായടാ, ഓടി രാഹുലോ കണ്ണോയി വിളിക്കുന്നു. ഞാനായിരുന്നത് പച്ച ചുരിദാറിട്ട് തെക്കുവടക്കാവുന്നതല്ല. വീട്ടിൽ നിന്ന് അമ്മയും പപ്പയും വന്ന്. ഇവിടുത്തെ അമ്മയുടെ അനിയത്തിമാർ 2 പേരുണ്ടായിരുന്നു. അപ്പുറത്തെ ചേച്ചി മക്കളും, പിന്നെ താഴത്തെ കുഞ്ഞമ്മ, പിന്നെ വേറെ ചേട്ടൻ്റെ ഇവിടുത്തെ ഞങ്ങളിവിടെ വരുന്ന 2 കൂട്ടുകാർ. അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു. കണ്ണാ പൊടിയോ? ഞാൻ വിചാരിച്ചു ഏതോ വീട്ടിലാണ്. കഞ്ഞി കുടിച്ചോ? നിനക്കെന്നും പനിയാടാ. ഞാൻ നിന്നോട് പറഞ്ഞതായിരുന്നു ഒരു കാര്യം. നിന്നോട് പറഞ്ഞിട്ട് നീ അത് കേൾക്കണ്ട. നീ അതും കൊണ്ട് നടന്നു. കണ്ണൻ എന്നും പനി. അത് തന്നെ ഞാൻ പറഞ്ഞ, കണ്ണൻ എന്നും പനിയാണ്. കണ്ണൻ എന്നും പനി തന്നെ. രാഹുൽ, അതുകൊണ്ടാണ് പറഞ്ഞത്. പനിയുള്ളതുകൊണ്ട് ഞാൻ അവനോട് കാര്യം പറഞ്ഞു. അവനത് കേൾക്കത്തില്ല. നീ അത് ചെയ്യാതെ നിന്റെ പനി മാറത്തില്ല കേട്ടോ. അത് നോക്കി പ്രശ്നമൊന്നുമില്ല. എനിക്കും പനിയായിരുന്നു. ഇന്നലെ രാത്രി ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റാക്കി ഞാൻ ഇറങ്ങി വന്നു. ആണോ? അത് കൊള്ളാമല്ലോ. പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ ഓക്കെ. നല്ലയിടത്താണേ പോയി. മലയ്ക്ക് പോയ സുഖമായി എത്തിയേച്ച്. വന്നു തിരിച്ചു വന്ന്. കുഴപ്പമൊന്നുമില്ലായിരുന്നു. മക്കൾ 2 പേരും കുഴഞ്ഞു പോയി. അവരാദ്യമായിട്ടല്ലേ പോകുന്നത്. അങ്ങോട്ട് പോയപ്പോൾ വലിയ കുഴപ്പം, തിരിച്ചിറങ്ങാൻ വയ്യായിരുന്നു. ഉറങ്ങിയില്ലല്ലോ, ഭയങ്കര ക്ഷീണം. പിന്നെ ഞാനില്ലാത്ത വിഷമം, ഞാനില്ലാത്ത സങ്കടം, അങ്ങനെ മൊത്തത്തിൽ അങ്ങ് ഇതായിപ്പോയി. അങ്ങ് ഭയങ്കര സങ്കടമായിപ്പോയി 2 പേർക്കും. അവന് വലിയ കുഴപ്പമില്ല, അവളൊക്കെ ആയിരുന്നു. ഇവിടെ വന്ന് ഞാൻ ഉച്ചയ്ക്ക് വീട്ടിൽ നിന്ന് തിരിച്ചിവിടെ വന്ന് എന്നെ കണ്ടപ്പോഴത്തേന് കെട്ടിപ്പിടിച്ച് കരയുമായിരുന്നു. നല്ല ക്ഷീണമുണ്ട്. അയ്യോ, ഉച്ചയ്ക്ക് പിന്നെ കുറഞ്ഞുറങ്ങി. വിളിച്ചിട്ട് ബോധം പോലും ഇല്ല.